യുലെഫോൺ എന്ന ബ്രാൻഡിന്റെ യുലെഫോൺ ആർമർ 28 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലെഫോൺ ആർമർ 28 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ യുലെഫോൺ ആർമർ 28 അൾട്രയിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2200 നിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിന്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്. ബാക്കിൽ 1.04 ഇഞ്ചിന്റെ ഒരു അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിൽ ചില നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ വാച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. സെക്കൻഡറി ഡിസ്പ്ലേ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ്. പിന്നെ IP68 69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്കൊക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ് ഇത്. പിന്നെ ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 65,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ MediaTek Dimensity 9400 എന്നുള്ള പ്രോസസ്സർ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ഇത് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. അപ്പം തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിൽ 16 GB റാം കൊടുത്തിട്ടുണ്ട്. 1 TB ഇന്റേണലും വരുന്നുണ്ട്. അത് മാത്രമല്ല എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ 32 GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ സ്മാർട്ട് കണക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ പറ്റും. NFC സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഫോൺ വെട്ടനീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏരിയ വരുന്നത് 15314 mm² ആണ്. പിന്നെ ക്യാമറ കൺട്രോൾ ബട്ടൺ വരുന്നുണ്ട്. അതായത് സൈഡിൽ എക്സ്ട്രാ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ സോണി IMX 989 മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് 1 ഇഞ്ചിന്റെ സെൻസറാണ്. പിന്നെ 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. 64 മെഗാ പിക്സലിലെ അൾട്രാ നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. ഇത് OmniVision OV64B സെൻസറാണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ 4 IR LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 8K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 10,600 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നത്. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിന്റെ വെയിറ്റ് 450 ഗ്രാം വരുന്നുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് സാധാരണ ഫോണുകളെക്കാളൊക്കെ ഡബിളിൽ കൂടുതലുള്ള ഒരു വെയിറ്റ് ആണ്. അപ്പം നല്ലോണം വെയിറ്റ് കൂടിയ ഫോണാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 19.4 mm ആണ്. അപ്പോൾ തിക്നെസ്സും വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. അപ്പം സാധാരണ ഫോണുകളിൽ കാണുന്നതിൻ്റെ ഒക്കെ ഡബിളിൽ കൂടുതൽ തിക്നെസ്സും കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. $749.99 എന്ന പ്രൈസിങ്ങിലാണ് ഈ ഫോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് 65,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സർ തിരക്കേടില്ല എന്ന് പറയാം. നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വളരെ മികച്ച ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ റഗഡ് ഫോണാണ്. ബിൽഡ് ക്വാളിറ്റിക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ഡിസ്പ്ലേ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ വെയിറ്റും തിക്നെസ് ഒക്കെ വളരെ കൂടുതലാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വലിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം തിക്നെസ് കൂടിയ ഒരു ഫോണാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് ഈ ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇങ്ങനൊരു ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം.